അമ്മ എന്താടാ? അമ്മ വെക്കേഷൻ ടൈമായില്ലേ, നമുക്ക് മലമ്പുഴയ്ക്ക് പോവാ. ഡാ ഉണ്ണി, നീ എന്താ പറയണത്? വെക്കേഷൻ ടൈമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ വേണ്ടേ? ഒന്നാമത് നീ മാത്രമല്ല, ശ്രീകുട്ടിയും കൂടിയുണ്ട്. അവളും കൂടെ പോയി കഴിഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് ഓരോ സാധനങ്ങളൊക്കെ വേണം പറഞ്ഞു കഴിഞ്ഞാൽ എമൻ്റെയിൽ എവിടെയുണ്ട് പൈസ? അമ്മ എൻ്റെ ഒരു 300 രൂപയുണ്ട്, അച്ഛൻ ബാക്കി എടുക്കാൻ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് എണ്ണ എടുക്കാൻ 100 രൂപ പോരെ. അപ്പം നമുക്ക് പോവാ പ്ലീസ് അമ്മ. നോക്കട്ടെ ഏട്ടാ, ഇതിൽ എത്ര രൂപയുണ്ട് എന്ന്. സംഭവം എൻ്റെ ഒന്നുമില്ല. കുട്ടികൾ ഇനി പറയുമ്പോൾ പോവാതിരിക്കാനും പറ്റില്ല. നോക്ക്, ഇത് മുഴുവനും കൊടുക്കാനുള്ള കണക്കുകളാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതാ ATM കാർഡൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ATM കാർഡ് ഇതാ, കോയിൻസൊക്കെ താഴെ വീണു. അടവുകാരൻ്റെ ബുക്ക് ഇതാ, അടവുകാരൻ്റെ ബുക്ക് ഇതാ, ഒന്ന് കുറേ ഉണ്ട്. ഇതൊക്കെ ചെയ്യപ്പോ ഇപ്പോൾ എടുത്തുമില്ലല്ലോ. ഒരു രൂപയില്ലാണ്ട് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ എങ്ങനെ പോവാതോ? ഒന്നുമില്ല, കാലിയാണ് ഞാൻ. ഓട്ടക്കാലി പറയില്ലേ. ഫ്രണ്ട്സേ, ധന്യാണേ. അപ്പോഴേ എൻ്റെ മക്കൾ പറയുകയാണ് മലമ്പുഴയ്ക്ക് പോകാമെന്ന്. എന്നാൽ പിന്നെ പോയാലൊന്നും ഞാനും വിചാരിച്ചു. കാരണം ഇപ്പം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാ വീട്ടിലും നടക്കുന്ന, അതായത് സാധാരണക്കാരായ ആളുകളുടെ വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അത് എൻ്റെ വീട്ടിലും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ റണ്ണിങ്ങിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഇവരുടെ ആഗ്രഹം പോലെ പോകാം. കാരണം വണ്ടിയിൽ എണ്ണയടിക്കാൻ ഉണ്ണിൻ്റെ കയ്യിൽ പൈസയുണ്ട്, പിന്നെ എൻ്റെ അച്ഛനും വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ ബസ്സിന് പോയി. ഇനി ഞാനും എൻ്റെ മകനും കൂടെ സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ മലമ്പുഴയിൽ ആദ്യമൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വർഷം, ഏകദേശം ഒരു 3 വർഷമൊക്കെ ഉണ്ടാവും അല്ലേ. 3 വർഷത്തോളമായി ഞങ്ങൾ, 3 അല്ല അതിൽ കൂടുതൽ വർഷങ്ങളായി എന്ന് വിചാരിക്കുന്നു പോയിട്ട്, അല്ലേ ഉണ്ണി? അപ്പോൾ എന്തായാലും പിന്നെ മോൾക്ക് ഒരു വയസ്സോ അങ്ങനെ എന്തൊക്കെ ആക്കിയ സമയത്ത് പോയതാണ്. അപ്പം 3 വയസ്സായല്ലോ. അപ്പോൾ ഒരുപാട് പ്രാവശ്യമൊന്നും പോയിട്ടില്ല, 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോയിട്ടുള്ളൂ മലമ്പുഴയിൽ. എന്തായാലും അവിടെ പോട്ടെ. എന്തായാലും പിന്നെ ടിക്കറ്റിനുള്ള പൈസയൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ട്. ഇങ്ങനെയൊരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ. അതല്ലേ നമ്മൾക്ക് പറയാനുള്ളൂ. ദൈവം എല്ലാവർക്കും എല്ലാം തരുന്നു എന്ന് വരില്ല. ഇല്ലാത്തവനെ നോക്കി കളിയാക്കി ചിരിക്കുന്നവരും ഉണ്ട്, അതുപോലെ ഇല്ലാത്തവനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളും ഉണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുമുണ്ട്. എന്തായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ.